അക്ഷരലോകത്ത് അറിവ് പകർന്ന് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ 18 വർഷം പിന്നിടുന്നു. LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നീ ക്ലാസുകളോടെ തുടങ്ങിയ സ്കൂളിൽ ഇതിനകം 7ാം സ്റ്റാൻഡ് വരെയുള്ള ക്ലാസുകളുണ്ട്. യൂണിറ്റി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ചെയർമാൻ അബ്ദുൾ സത്താറിന്റെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് നടന്നുവരുന്നത്. പഠനത്തിനു പുറമെ യോഗ, കരാട്ടെ, ഡാൻസ്, പാട്ട് എന്നിവയും ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, സ്മാർട്ട് ക്ലാസ് എന്നീ സൗകര്യങ്ങൾ വിദ്യാലയത്തിൽ ലഭ്യമാണ്. എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വാഹന സൗകര്യം സ്കൂളിലേക്കായി ഒരുക്കിയിട്ടുണ്ട്. യോഗ്യത നേടിയവരും പരിചയസമ്പന്നരുമായ അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നത് പ്രത്യേകതയാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും കൗൺസിലിംഗ് ക്ലാസുകളും വിദ്യാലയത്തിൽ നടത്തിവരുന്നു. ഒലിവ് ഇന്റർനാഷണൽ അൽബീർ എന്ന വിദ്യാലയം കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചു. ഇസ്ലാമിക മതപഠനത്തിന് മുൻതൂക്കം നൽകിയുള്ള സ്കൂളാണിത്. അക്ഷരലോകത്ത് തല ഉയർത്തി നിൽക്കുന്ന സ്കൂൾ കൂടിയാണ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിമാസം ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്ന കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി അടുത്ത കാലത്ത് നിയമിച്ച മല്ലിക സാരാഭായിക്ക് പ്രതിമാസം 2 ലക്ഷം രൂപ വീതം ശമ്പളമായി നൽകാൻ സർക്കാർ ഉത്തരവായിരിക്കുകയാണ്. മുൻകാല പ്രാബല്യത്തോടു കൂടി നൽകുമ്പോൾ ഏതാണ്ട് 1/2 കോടി രൂപ അടിയന്തരമായി മല്ലിക സാരാഭായിക്ക് നൽകേണ്ടി വരും. കേരളത്തിലെ മുഴുവൻ സർവകലാശാലയുടെയും ചാൻസലർ ഗവർണറാണ്. 14 സർവകലാശാലകളുടെയും ചാൻസലർ ഗവർണറായിരിക്കുമ്പോൾ ചാൻസലർക്ക് വേണ്ടി കൂടുതൽ പണം സർവകലാശാലയ്ക്ക് കണ്ടെത്തേണ്ടി വരില്ല. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ സംസ്ഥാന സർക്കാർ ഒരു നിയമം കൊണ്ടുവരികയും ആ നിയമം ഗവർണർ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുകയും ചെയ്തു. ആ പക കൊണ്ട് മാത്രമാണ് കലാമണ്ഡലത്തിന്റെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാൻ തീരുമാനിച്ചത്. കലാമണ്ഡലം ബിറ്റ്വീൻ യൂണിവേഴ്സിറ്റി ഒരു മെമ്മോറൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതായതുകൊണ്ട് സ്പോൺസറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനായ സംസ്ഥാന സർക്കാരിന് ചാൻസലറെ മാറ്റുവാൻ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചാണ് മല്ലിക സാരാഭായിയെ സർവകലാശാലയുടെ ചാൻസലറായി നിയമിച്ചത്. മല്ലിക സാരാഭായി ഒരു ഇടതുപക്ഷ സഹയാത്രികയാണ്. അവർ ചാൻസലറായി നിയമിക്കപ്പെട്ടതു മുതൽ മാസത്തിൽ 2 തവണ ബോംബെയിൽ നിന്ന് കലാമണ്ഡലത്തിൽ എത്തുകയും അടുത്തുള്ള ബാർ ഹോട്ടലിൽ താമസിക്കുകയുമാണ്. തനിക്ക് അധിക ചെലവുകളുണ്ടെന്നും ശമ്പളം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്തെഴുതി. എന്നാൽ സർക്കാർ പണം അനുവദിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം എല്ലാ സർവകലാശാലകളിലും ഓരോ ചാൻസലർമാരെ നിയമിക്കാമെന്നും സർവകലാശാലകളിൽ അധിക ചെലവ് ഉണ്ടാകില്ലെന്നാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ മല്ലിക സാരാഭായിയെ നിയമിച്ച് പ്രതിമാസം 2 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിയമസഭയിൽ നടത്തിയ പ്രസ്താവനകൾക്കെതിരാണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ കലാമണ്ഡലം സർവകലാശാലയ്ക്ക് പ്രതിമാസം ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. സർവകലാശാലയ്ക്കും ഓരോ പുതിയ ചാൻസലർമാരെ നിയമിച്ചാൽ കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവാക്കേണ്ടി വരും. രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സർവകലാശാലകളിൽ ഭരണം നടത്തുന്നതിനു വേണ്ടി ഗവൺമെന്റ് കണ്ട കുറുക്കുവഴിയുടെ ഭാഗമാണ് മല്ലിക സാരാഭായിയുടെ നിയമനം. അതുകൊണ്ട് അടിയന്തരമായി മല്ലിക സാരാഭായിയെ ചാൻസലർ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യണമെന്ന ആവശ്യം ഉയരുന്നു. നേരത്തെ പോലെ ഗവർണർക്ക് ചാൻസലർ സ്ഥാനം നൽകുവാൻ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.